ഹലോ ഡിയർ സ്റ്റുഡൻസ്. ലാസ്റ്റ് ക്ലാസ്സുകളിൽ മാഗ്നറ്റിസത്തെക്കുറിച്ച്, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, അതിനെക്കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ് ആയിരുന്നു നടന്നു കൊണ്ടിരുന്നത്. അതിൻ്റെ അതിൽ വരുന്ന ബാക്കി റിമൈനിങ് ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും വൺസ് അഗെയിൻ വെരി വാം വെൽക്കം. ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. Okay, so the first topic today we are going to discuss, that is the comparison between Coulomb's law and Biot-Savart law. Already നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കുളംസ് ലോനെ കുറിച്ച്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എല്ലാ കുട്ടികൾക്കും അതിൻ്റെ കോൺസെപ്റ്റുകൾ, അതിൻ്റെ ഇക്വേഷൻസും കോൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു അല്ലേ. ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് F = 1/4πε0 Q1 Q2/r² എന്നായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് വെച്ചുകൊണ്ട് ബയറ്റ്-സവാർട്ട് ലോ എന്ന് പറയുന്ന ആ ഒരു മാഗ്നറ്റിക് പാർട്ടിൽ വരുന്ന ലോയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടും ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിൽ ഫോഴ്സ് ആണ്, ഒരു സൈഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പം ഇങ്ങനെയുള്ള രണ്ട് ഡിഫറെൻറ്റ് ആസ്പെക്ട്സിൽ ഇതിന് സിമിലാരിറ്റീസ് ഉണ്ടോ, ഇതിന് ഡിഫറൻസസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് റൈറ്റ് നൗ ഐ എം ഗോയിങ് ടു ഡിസ്കസ്. എല്ലാവരും ഓക്കെ ആണെന്ന് കരുതുന്നു. സി ദ ഫസ്റ്റ് പോയിന്റ്, കുളംസ് ലോ ഇക്വേഷൻ 1/4πε0 Q1 Q2/r². എല്ലാവർക്കും അറിയാവുന്നതാണ്. മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിലോ μ0/4π IdL sin θ/r². Q1 Q2 ചാർജ് ആയിരുന്നുവെങ്കിൽ ഇവിടെ ദെൻ IdL കറന്റ് ടേമും അതുപോലെ തന്നെ നമ്മുടെ ആ വയറിലുണ്ടാകുന്ന വളരെ ഒരു ചെറിയ ലെങ്ത് പോർഷനുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടും ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുന്നുണ്ട്. രണ്ട് ഇക്വേഷനിലും 1/r² ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു കേസിൽ ഫോഴ്സ് ആണ്, മറ്റൊരു കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് ടെസ്ല ആയിരിക്കും. ശരിയല്ലേ? അതാണ് ഫസ്റ്റ് പോയിന്റ് എഴുതിയത്. ദെൻ ബോത്ത് ആർ ലോങ് റേഞ്ച്. രണ്ടും ലോങ് റേഞ്ചിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡിലും ലോങ് റേഞ്ച് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിലും we are considering as long range after superposition principle. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പർപൊസിഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലും ആസ് വെൽ ആസ് മാഗ്നറ്റിക് ഫീൽഡിലും നമുക്ക് അപ്ലിക്കബിൾ ആണ് അല്ലേ. ഈ സൂപ്പർപൊസിഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്, അതായത് ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അവിടെ നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെങ്കിൽ, നമ്പർ ഓഫ് ഫോഴ്സസ് ഉണ്ടെങ്കിൽ അതിനെല്ലാം കൂടി ആഡ് ചെയ്യാം. നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ടെങ്കിൽ അതിനെല്ലാം കൂടി ആഡ് ചെയ്യാം. അഡീഷൻ, സം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ആക്ച്വലി നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അപ്ലിക്കബിൾ ആണ്. വെരി ഈസി. ആഫ്റ്റർ ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ, അതൊരു സ്കെയിലാർ സോഴ്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സ്കെയിലാർ സോഴ്സ് ആണ്. ഓർത്ത് വെക്കുക, അതിന് മാഗ്നിറ്റ്യൂഡ് കോൺസെപ്റ്റ് ആണ്. അതേ സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ വെക്റ്റർ സോഴ്സ് ആണ്. അപ്പോൾ ഒന്ന് സ്കെയിലാർ സോഴ്സും മറ്റൊന്ന് വെക്റ്റർ സോഴ്സുമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആഫ്റ്റർ അടുത്തൊരു ടോപ്പിക് പറയുന്നത്, ഒന്ന് എലോങ് ദ ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ആണ്. അതർ വൺ സി, നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇറ്റ് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഒന്ന് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ എലോങ്, പാരലൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും, മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ ആണ്, അല്ലെങ്കിൽ അങ്ങനെ രണ്ട് ഡിഫറെൻ്റ് ആസ്പെക്ട്സിലാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ ആണോ? ആഫ്റ്റർ ഒന്നില് മാഗ്നറ്റിക് ഫീൽഡിൽ സൈൻ തീറ്റ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഡിയർ സ്റ്റുഡൻസ്, ഡി ബി എന്ന് പറയുന്ന ഇക്വേഷനിൽ ബയോട്ട്-സവാർട്ട് ലോയിൽ ആംഗിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. കുളംസ് ലോയിൽ ആംഗിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ടോപ്പിക് ഈസ് കമ്പാരിഷൻ ബിറ്റ്വീൻ കുളംസ് ലോ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്ന ബയോട്ട്-സവാർട്ട് ലോ.
സോ ദ ഫസ്റ്റ് കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞത് രണ്ടും ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യാമെന്ന് പറയാം, രണ്ടും ലോങ് റേഞ്ച് ഫീൽഡ് ആണെന്ന് പറയാം, ഇക്വേഷൻസ് പറയാം, അതുപോലെ തന്നെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലിക്കബിൾ ആണെന്ന് പറയാം, ഒന്നിൽ സ്കെയിലാർ സോഴ്സ് കൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് പറയാം, മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്റർ കൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് പറയാം, ആഫ്റ്റർ ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ എലോങ് ആണെന്ന് പറയാം, മാഗ്നറ്റിക് ഫീൽഡിൽ പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം, ആംഗിൾ ഡിപ്പെൻഡൻസ് ഉണ്ട് ബയോട്ട് സവാർട്ട് ലോയിൽ, അതേ സമയത്ത് ഇലക്ട്രിക് ഫീൽഡിൽ കുളംസ് ലോയിൽ ആംഗിൾ ഡിപ്പെൻഡൻസ് ഇല്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ റൈറ്റ് നൗ വി ആർ ഡിസ്കസ്. സോ നോട്ട്സ് ആവശ്യമുള്ളത് നിങ്ങൾ അത് വീഡിയോ പൗസ് ചെയ്തിട്ട് എന്ത് വേണം, നോട്ട് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു പാർട്ടും ഇനി എക്സാമിന് വന്നു കഴിഞ്ഞാൽ മാർക്ക് നിങ്ങൾ ലൂസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. സോ ഡിയർ സ്റ്റുഡൻസ്, ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് വൺ ഓഫ് ദ important applications of Biot-Savart law. Already we have discussed what was Biot-Savart law. dB equal to mu 0 by 4 pi I dl sin theta by r square. ആ ലോ ഉണ്ടാക്കിയെടുത്തത് ബയോട്ട്-സവാർട്ട് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ലോ എന്ന് പറയുന്നത് ഒരു വയർ, ലോങ് ആയിട്ട് കിടക്കുന്ന ഒരു വയർ, ആ വയറിൽ നിന്നും കേബിളിൽ നിന്നും കണ്ടക്ടറിൽ നിന്നും കുറച്ച് അകലെ മാറി എവേ ആയിട്ടൊരു പോയിന്റ് ഇരിക്കുന്നുണ്ട്. ആ പോയിന്റിലേക്ക് ഇതിലൂടെ കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന പോയിന്റ് പിയിൽ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മൾ അപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ ഹിയർ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് എ സർക്കുലാർ കറന്റ് ലൂപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. സോ കറന്റ് ലൂപ്പ് ഉണ്ട്, ഇറ്റ്സ് എ വയർ ആക്ച്വലി. കറന്റ് ഫ്ലോ ചെയ്യുന്ന സർക്കുലാർ ഷേപ്പിലുള്ള ഒരു വയറിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അതിൻ്റെ ആക്സിസിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ബയോട്ട്-സവാർട്ട് ലോ ഉപയോഗിച്ച് എത്ര ഉണ്ടായിരിക്കും, അതിൻ്റെ ബേസിക് ഇക്വേഷൻ എന്താണ് എന്നുള്ളൊരു കാര്യമാണ് റൈറ്റ് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ്. സോ ഡിയർ സ്റ്റുഡൻസ്, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു നോട്ട് ഡൗൺ ദ ഫിഗർ. സോ ഒരു സർക്കുലാർ കോയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, അതിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നുണ്ട്. ഐ എന്നാണ് അതിൻ്റെ കറണ്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആഫ്റ്റർ അതിൽ ഒരു ആക്സിസ് ഒക്കെ നമ്മൾ വരച്ചിട്ടുണ്ട്. വി ഹാവ് എക്സ് ആക്സിസ് ഹിയർ ആൻഡ് വി ഹാവ് വൈ ആക്സിസ് ഹിയർ. സോ ഡിയർ സ്റ്റുഡൻസ്, ഇവിടെ ഒരു ഡിസ്റ്റൻസ് എക്സ് എന്നും ഇവിടെ ഒരു ഡിസ്റ്റൻസ് ആർ എന്നും കൊടുത്തിട്ടുണ്ട്. ഡി എൽ എന്ന് പറയുന്ന ഒരു സ്മോൾ പോർഷൻ കൊണ്ട് ഈ ഒരു പോയിന്റ് പിയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ഡി ബി. അതിനെ നമ്മൾ റിസോൾവ് ചെയ്തിട്ടുണ്ട് രണ്ടാക്കിയിട്ട്, ഒന്ന് ഡി ബി കോസ് തീറ്റയും മറ്റൊന്ന് ഡി ബി സൈൻ തീറ്റയും. ഒന്ന് ഡി ബി കോസ് തീറ്റയും മറ്റൊന്ന് ഡി ബി സൈൻ തീറ്റയും. റെസല്യൂഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് +1 ഫിസിക്സിലെ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന് കടമെടുത്തുകൊണ്ടാണ് ഈ ഒരു റെസല്യൂഷൻ നമ്മളിവിടെ അപ്ലിക്കബിൾ ആക്കിയിട്ടുള്ളത്. ആഫ്റ്റർ ഓൾ ഈ ഡി എൽ താഴെയുമുണ്ട്. താഴെ നിന്നുള്ള ഡി എൽ കൊണ്ടും പി എന്ന് പറയുന്ന പോയിന്റിൽ ആക്ച്വലി നമുക്കൊരു എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു എഫക്റ്റ് കൊണ്ടും നമുക്ക് എന്തുണ്ടാകും, ഇവിടെ ഒരു ഡി ബി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട് സെക്കൻഡ് ഡി എൽ കൊണ്ടും. സോ പ്രൂഫ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് പാർട്ട് കൊണ്ട് കാണിക്കുന്നില്ല, ഫസ്റ്റ് പാർട്ട് മാത്രം എടുത്ത് ജനറലൈസ് ചെയ്ത് വി ആർ ഗോയിങ് ടു ഫോർവേഡ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡി ബിയുടെ ബേസിക് ഇക്വേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഡി ബി ഈക്വൽ ടു mu 0 by 4 pi I dl sin തീറ്റ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ബേസിക് ഇക്വേഷൻ. സോ നിങ്ങളോട് ആരോടെങ്കിലും എന്താണ് ബയോട്ട്-സവാർട്ട് ലോ എന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു സേ, എങ്ങനെയാണ് പറയുക, ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ട്, അതിൽ നിന്ന് ജസ്റ്റ് എവേ ആയിട്ട് ഒരു ആർ ഡിസ്റ്റൻസിൽ പോയിന്റ് പി ഇരിക്കുന്നു, സിറ്റുവേറ്റിംഗ് എ പോയിന്റ് പി. സോ ഈ കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് ആ പോയിന്റ് പിയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് കറന്റ് ആൻഡ് ദ സ്മോൾ ഡി എൽ പോർഷൻ ആൻഡ് ദ സൈൻ തീറ്റ
ഹോൾ ഡിവൈഡഡ് ബൈ ദ ഡിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ എന്ന് പറയുന്നതാണ് ഡി ബി എന്ന് പറയുന്ന അല്ലെങ്കിൽ ബയേർഡ്-സവാർട്ട് ലോ എന്ന് പറയുന്ന ഇക്വേഷൻ. ഹിയർ നമ്മൾ തീറ്റ കൺസിഡർ ചെയ്യുന്നത് 90 ഡിഗ്രിയാണ്. ഈ ഡി ബിയും ഈ ഡി എല്ലും തമ്മിലുള്ള ആംഗിള് അല്ലെ, അവിടുത്തെ ആ ഒരു ആംഗിൾ പോർഷൻ നമ്മൾ തീറ്റ 90 ഡിഗ്രി എടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ ഡി ബി ഈക്വൽ ടു μ0 ഐ ഡി എൽ സൈൻ ആ തീറ്റ 90 ആയിട്ട് റിമൂവ് ചെയ്ത് ബൈ ആർ സ്ക്വയർ ആക്കി മാറുന്നു. സൈൻ 91 ആണ്. ആഫ്റ്റർ ഓൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിഗറിൽ നിന്ന് വി ഹാവ് പൈത്തഗോറസ് ട്രയാങ്കിൾ ഹിയർ അല്ലെ. സോ പൈത്തഗോറസ് ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ സി ഈ ആർ സ്മോൾ ആർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഹൈപ്പോട്ട്ന്യൂസ് അല്ലെ. സ്മോൾ ആർ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസ് ആണ്. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് റേഡിയസ് ഓഫ് ദി സർക്കുലാർ ലൂപ്പ് എന്ന് പറയുന്ന പാർട്ട്, ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈറ്റ് ആണ്. പൈത്തഗോറസ് ട്രയാങ്കിൾ, അതിൽ പൈത്തഗോറസ് തിയറം നമുക്ക് അപ്ലിക്കബിൾ ആണ്. പൈത്തഗോറിയൻ ട്രയാങ്കിൾ കോൺസെപ്റ്റ് എന്തായിരുന്നു? ആ കോൺസെപ്റ്റ് ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ എന്ന് പറയുന്ന ബേസിക് മാത്സിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ഡിയർ സ്റ്റുഡൻസ്, ടേക്ക് കെയർ. ഫ്രം ദിസ് വി ക്യാൻ സേ ആർ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്ന് പറയുന്ന മാത്സിലെ ബേസിക് ഇക്വേഷൻ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. സോ ഇൻസ്റ്റെഡ് ഓഫ് സ്മോൾ ആർ സ്ക്വയർ യു ക്യാൻ റൈറ്റ് എക്സ് സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ ആർ സ്ക്വയർ. അതാണ് ഇവിടെ ഇക്വേഷൻ ചെയ്ത്. ഇനി ടോട്ടൽ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, മുകളിൽ നിന്നുള്ള ഡി എൽ മാത്രമല്ല താഴെ നിന്നും ഡി എൽ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമ്പർ ഓഫ് ചെറിയ 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 പോർഷൻസ് കൊണ്ടാണ് ആക്ച്വലി ഈ വരുന്ന പി എന്ന് പറയുന്ന പോയിന്റില് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്. Am I correct? സോ അതുകൊണ്ട് തന്നെ മാത്സിലെ വീണ്ടും ബേസിക് ആയിട്ടുള്ള ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ, സോ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഞാൻ പറഞ്ഞു റെസൊല്യൂഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഡി ബി എ നമുക്ക് രണ്ടാക്കി റിസോൾവ് ചെയ്യാം. വൺ ഇസ് ഡി ബി കോസ് തീറ്റ ആൻഡ് ദ അതർ വൺ ഈസ് ഡി ബി സൈൻ തീറ്റ. എപ്പോഴും റെസൊല്യൂഷനിൽ രണ്ട് കോൺസെപ്റ്റ്, രണ്ട് ട്രിഗണോമെട്രിക് ആസ്പെക്ട്സ് ആണ് നമ്മൾ കൊണ്ടുവരാറുള്ളത്. ഒന്ന് കോസ് തീറ്റയും മറ്റൊന്ന് സൈൻ തീറ്റയും. സോ ഡി ബി എ രണ്ടാക്കി മുറിക്കുന്നു, രണ്ടാക്കി കട്ട് ചെയ്യുന്നു. ചെരിഞ്ഞു നിൽക്കുന്ന ബെൻഡായി നിൽക്കുന്ന വെക്ടറിനെ രണ്ടാക്കി മുറിക്കുന്ന, കട്ട് ചെയ്യുന്ന, ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. സോ ഡി ബി എ ഡി ബി കോസ് തീറ്റയായിട്ടും ഡി ബി സൈൻ തീറ്റയായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? മുറിച്ചെടുക്കുന്നു. സോ അതില് ഈ സൈൻ തീറ്റ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ആക്ച്വലി ഇക്വേഷനിലേക്ക് എടുക്കുന്നില്ല. അതിന്റെ റീസൺ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മുകളിലേക്ക് എന്ത് വരുന്നു? ഡി ബി സൈൻ തീറ്റ വരും. താഴേക്കും എന്ത് വരും? ഡി ബി സൈൻ തീറ്റ വരും. താഴത്തുള്ള ഡി എല്ലിന്റെ റെസൊല്യൂഷൻ കോൺസെപ്റ്റ് എടുക്കുമ്പോൾ ഡി ബി സൈൻ തീറ്റ മുകളിലേക്കും താഴേക്കും ഈക്വലായി വന്നത് കൊണ്ട് തന്നെ അത് ക്യാൻസൽ ചെയ്തു പോകുന്നു. സോ ആ ഒരു റിസൾട്ട് കൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് മാത്രം എടുക്കുന്നത്? കോസ് തീറ്റ മാത്രം എടുക്കുന്നത്. സൈൻ ടേം അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടേം അത് നമുക്ക് നമ്മുടെ ഇക്വേഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ലാതെ ക്യാൻസലേഷൻ നടക്കുന്നു. സോ ആഫ്റ്റർ കോസ് തീറ്റ എന്ന് പറയുന്ന ട്രിഗണോമെട്രിക് ടേം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഡി ബി കോസ് തീറ്റ എന്ന് വരും. ഫിഗറിൽ നോക്കിയിട്ട് കോസ് തീറ്റയുടെ ഇക്വേഷൻ നോക്കൂ. കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതിന്റെ ഇക്വേഷൻ എന്താ? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ് അല്ലെ. എന്താണ് അതിന്റെ ഇക്വേഷൻ? അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. അപ്പോ കോസ് തീറ്റ ഈക്വൽ ടു സി, ഇവിടെ നിങ്ങൾക്ക് പ്രൂഫിൽ കാണാം കോസ് തീറ്റ ഈക്വൽ ടു എടുത്തിട്ടുള്ളത് എന്താ? ആർ ബൈ ആർ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് എടുത്തിട്ടുള്ളത്. കോസ് തീറ്റ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എടുക്കാം? ക്യാപിറ്റൽ ആർ ഡിവൈഡഡ് ബൈ സ്മോൾ ആർ. അഡ്ജസെന്റ് സൈഡ് നമ്മൾ എന്തെടുക്കുന്നു? ക്യാപിറ്റൽ ആർ എന്നും ദെൻ ഹൈപ്പോട്ട്ന്യൂസ് എന്തെടുക്കുന്നു? സ്മോൾ ആറും എടുക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ആർ ഡിവൈഡഡ് ബൈ ദെൻ ഇവിടെ സ്മോൾ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അല്ലെ. എന്താ കിട്ടിയിട്ടുള്ളത്? എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ആഫ്റ്റർ നമുക്ക് അതിന്റെ എന്തെടുക്കണം? ഇവിടെ കോസ് തീറ്റ എന്ന് പറയുന്ന പാർട്ടില് ഇന്റഗ്രൽ ഡി ബി കോസ് തീറ്റ എന്ന് വരും. കോസ് തീറ്റ ആർ ബൈ ആർ എന്ന് വരും. ആർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ 1/2 എന്നെടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആറിനെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ആഫ്റ്റർ നമ്മൾ ചെയ്തു കേട്ടോ. ഫോർ ഡി ബി കോസ് തീറ്റ
ഇവിടെ ഇന്റഗ്രൽ μ0/4π ഐഡിയൽ x² പ്ലസ് r² r/x² പ്ലസ് r² 1/2 എന്ന് വരും. ഇവിടെ 1/2, ഇവിടെ ഒരു പവർ 1 വരും അല്ലെ. സോ 1/2 പ്ലസ് 1 എന്താണ്? 3/2 ആണ്. മോർ ഓവർ ഇന്റഗ്രൽ dl എന്ന് വരുന്നുണ്ട്. ഒരു സർക്കുലാർ ഷേപ്പിന്റെ സർക്കംഫറൻസ് എന്നാണ് ടോട്ടൽ ലെങ്ത് എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ അത് നമുക്ക് എന്തായിട്ട് മാറാം? 2πr എന്നെടുക്കാം. റേഡിയസ് ക്യാപിറ്റൽ R ആയിട്ടുള്ള ഒരു സർക്കുലാർ ഷേപ്പിന്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2πr ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇക്വേഷൻ എന്തായിട്ട് മാറുന്നു? IR/x² പ്ലസ് r² ഹോൾ റേസ് ടു 3/2 എന്നുള്ളത് ഏറ്റവും അവസാനം വരും. ദെൻ ആഫ്റ്റർ ഓൾ സംഭവിക്കാൻ പോകുന്നത് എന്താ? ഈ ആറും പ്രൊഡക്റ്റ് ആണ്. സോ μ0 IR² എന്ന് പറയുന്ന ഒരു പാർട്ട് നമുക്ക് കിട്ടുന്നു 2 × x² പ്ലസ് r² ദ ഹോൾ റേസ് ടു 3/2 എന്ന് കിട്ടും. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ഒരു സർക്കുലാർ ഷേപ്പ് ഉണ്ട്, അതിന് DL മുകളിലും താഴെയും ഇങ്ങനെ നമ്പർ ഓഫ് DL ഷേപ്സ് ഉണ്ട്. സൈൻ തീറ്റ എടുക്കുന്നില്ല, കോസ് തീറ്റ മാത്രം എടുക്കുന്നു. സൈൻ പാർട്സ് എല്ലാം റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ ക്യാൻസലേഷന് വിധേയമാകുന്നു. കോസ് എടുക്കുന്നു, ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, കോസ് തീറ്റയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുന്നു. മോർ ഓവർ നമ്മളെ പൈത്തഗോറസ് ട്രയാങ്കിൾ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് സ്മോൾ ആറിനും ഒരു ഇക്വേഷൻ ഉണ്ടാക്കുന്നു. ജസ്റ്റ് അറേഞ്ച്മെന്റ് നടത്തി കഴിഞ്ഞാൽ DBക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുന്നു. ആഫ്റ്റർ ഓൾ പ്രൂഫ് കണ്ടിന്യൂ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഏറ്റവും അവസാനം അറ്റ് ദ സെന്റർ ഓഫ് ദ ലൂപ്പ്. ഒരു ലൂപ്പിന്റെ സെന്ററിൽ എടുക്കുമ്പോൾ റേഡിയസിന്റെ വാല്യൂ ഉണ്ടാവില്ല. റേഡിയസിന്റെ വാല്യൂ മീൻസ് ആ ഒരു ഡിസ്റ്റൻസിന്റെ വാല്യൂ ഉണ്ടാവില്ല. അതായത് എക്സിന്റെ വാല്യൂ എന്ത് വരുന്നു? 0 വരുന്നു. സോ നമ്മുടെ ഇക്വേഷനിൽ കൊടുത്താൽ μ0 IR² ഡിവൈഡഡ് ബൈ താഴത്തുള്ള എക്സ് ടേംസ് ഒക്കെ 0 ആയിട്ട് പോയി r³ വരും. r² ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഇക്വേഷൻ വരുന്നത് എന്താണ്? B = μ0 I/2 r എന്ന് പറയുന്ന ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ഇക്വേഷനിലേക്ക് ഈ ഒരു ഹോൾ പാർട്ട് ചേഞ്ച് ആവുന്നു. അപ്പൊ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആക്ച്വലി ഏത് റൂൾ വെച്ചിട്ടാണ് തരുന്നത്? റൈറ്റ് ഹാൻഡ് തംബ് റൂൾ എന്ന് വെച്ചിട്ടാണ് തരുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു റൂളാണ് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ അല്ലെ. അതായത് തംസപ്പ് എന്ന് പറയുന്ന ആ ഒരു സൈനില് നമുക്ക് പിടിച്ചുകൊണ്ട് ആ റൂളിനെ കറന്റും മാഗ്നറ്റിക് ഫീൽഡിന്റെയും കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പർ സൈഡ് ഓഫ് ദ ലൂപ്പ്, അതായത് കറന്റ് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? നോർത്ത് പോളായിട്ടും. കറന്റ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് സൗത്ത് പോളായിട്ടും ആക്ട് ചെയ്യുന്നു. അതും കൂടി നിങ്ങളുടെ മൈൻഡിൽ എല്ലാവരും ഓർത്തു വെക്കണം. ഇവിടെ ഒരു ഫിഗർ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറില് ഒരു 4 ഫിംഗേഴ്സ് ഇങ്ങനെ മടക്കി പിടിച്ചാൽ തമ്പ് നൽകുന്നത് ഡയറക്ഷൻ ഓഫ് കറന്റും, ചുറ്റിപ്പിടിച്ച കേൾഡ് ഫിംഗേഴ്സ് നൽകുന്നത് മാഗ്നറ്റിക് ഫീൽഡുമായിരിക്കും. ആ ഒരു റൂളിനെയാണ് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ എന്നറിയപ്പെടുന്നത്. സോ അതിൽ എവിടെയായിരിക്കും നോക്കൂ, ഈ ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നോർത്ത് പോളും, കറന്റ് ക്ലോക്ക് വൈസിലാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അത് സൗത്ത് പോളായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ, അതായത് ഇതുപോലെ N എന്ന് പറയുന്ന ഷേപ്പ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാം അല്ലെ. N എന്ന് പറയുന്ന ഷേപ്പിൽ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആരോ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഈ ആരോ എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ആണോ? അല്ല, ക്ലോക്കിന്റെ മോഷൻ അത് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ആന്റി ക്ലോക്ക് വൈസ് നോർത്ത് പോളായിട്ടും, അതുപോലെ തന്നെ ഇതുപോലെ S എഴുതി കഴിഞ്ഞാൽ എസിന്റെ ഇവിടെ ഒരു ആരോ ഇങ്ങനെ നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പറയാം ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് സൗത്ത് പോളായിട്ടും ആക്ട് ചെയ്യുന്നു. ആ ഒരു കോൺസെപ്റ്റ് കൂടി എല്ലാവരും ഇവിടെ നിന്ന് പഠിച്ചു വെക്കണം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ദെൻ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് സ്ലൈഡിൽ എന്താണ് പറയുന്നത് നോക്കൂ. ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഗോസസ് തിയറം ഓൾറെഡി എല്ലാ കുട്ടികളും പഠിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ അല്ലെ, ഫസ്റ്റ് ചാപ്റ്ററിൽ. അതിന്റെ ഒരു കൗണ്ടർ പാർട്ട് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ആംപിയേഴ്സ് സർക്യൂട്ടൽ തിയറം. ഇക്വേഷൻ C വളരെ ഈസിയാണ്. ക്ലോസ്ഡ് ഇന്റഗ്രൽ B.dl = μ0 I എന്ന് നമുക്ക് എടുക്കാം. എന്താണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്
around any closed path. അല്ലെ, ക്ലോസ്ഡ് പാത്ത് എന്ന് എടുക്കാം, അല്ലെങ്കിൽ ലൂപ്പ് എന്ന് എടുക്കാം. around any closed path or loop is equal to mu0 times the current passing through the surface. The closed loopനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംപീരിയൻ ലൂപ്പ്. അപ്പോൾ the line integral of magnetic field around any closed path, any closed loop is equal to mu0 times the current enclosed by the path. ആ ഒരു ക്ലോസ്ഡ് പാത്തിനെ ആംപീരിയൻ ലൂപ്പ് എന്ന് വിളിക്കുന്നു. ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ, നമ്മൾ ഗോസ് തിയറത്തിന്റെ കേസിൽ we have discussed about the Gaussian surface as like here we have ആംപീരിയൻ loop. സോ ആ ഒരു കോൺസെപ്റ്റും വളരെ ഈസിയാണ്, അത് റിലേറ്റ് ചെയ്ത് വെക്കുക. ഇക്വേഷൻ വൈസ് ഇന്റഗ്രൽ വെക്ടർ ബി ഡോട്ട് വെക്ടർ ഡി എൽ ഈക്വൽ ടു mu0 i എന്നാണ് അതിന്റെ ഇക്വേഷൻസ്. ഓർത്ത് വെക്കേണ്ടത്, എപ്പോഴും ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റ് കൂടിയാണ് എന്ത്, ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത്. ഓക്കെ, ആഫ്റ്റർ ഈ ആംബിയർ സർക്യൂട്ടൽ ലോ കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അപ്ലിക്കേഷൻസ് ഓഫ് ആംബിയർ സർക്യൂട്ടൽ ലോ. സി, ഇവിടെ യു ക്യാൻ സി ദർ ഇസ് ഒരു കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ അതിനു ചുറ്റും ഒരു സർക്കുലാർ പാത്തും നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും കാണിച്ചിട്ടുണ്ട് അല്ലെ. സോ ഓൾറെഡി വി നോ ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു എന്താണ്, mu0 i ആണ്. ബിയും ഡി എല്ലും തമ്മിലുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻ അത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഓൾറെഡി +1 മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡോട്ട് പ്രൊഡക്റ്റിന്റെ കോൺസെപ്റ്റ്. ബി ഡോട്ട് ഡി എൽ ആണെങ്കിൽ അതിനെ ട്രിഗണോമെട്രിയിലെ കൊസൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ കഴിയും. സോ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറി, ബി ഡി എൽ കോസ് തീറ്റ എന്നെഴുതാം. ബിയും ഡി എല്ലും പാരലാണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരികയാണെങ്കിൽ ദർ ഇസ് തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി. സോ ബി ഡി എൽ ഈക്വൽ ടു mu0 i എന്ന് വരും. ബി ഔട്ട്സൈഡ് എടുത്തു. ഇന്റഗ്രൽ ഡി എൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെ, ഒരു സർക്കുലാർ ലൂപ്പ് ആണെങ്കിൽ എൽ ലെങ്ത് ആണെങ്കിൽ, അല്ലെങ്കിൽ ആർ ആണ് അതിന്റെ റേഡിയസ് എങ്കിൽ അതിന്റെ സർക്കംഫറൻസ് അല്ലെ നമുക്ക് എന്ത് പറയാം, 2πr എന്ന് പറയാം. സോ ഇക്വേഷൻ ബി ഈക്വൽ ടു എന്ത് വരുന്നു, mu0 i ഡിവൈഡഡ് ബൈ 2πr എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാം. അതാണ് ആംബിയർ സർക്യൂട്ടൽ ലോയുടെ ഒരു അപ്ലിക്കേഷൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രൈറ്റ് ഇൻഫൈനൈറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചു. അതാണ് അതിന്റെ കോൺസെപ്റ്റ്. ഇക്വേഷൻ ഓർത്ത് വെക്കുക, ഇൻഫൈനൈറ്റ് കറന്റ് ക്യാരിയിങ് വയർ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ വരുന്നത് ബി ഈക്വൽ ടു mu0 i ബൈ 2πr എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഓർത്തു വെക്കേണ്ടത്. ക്ലിയർ ആണോ? ആഫ്റ്റർ ഒരു പ്ലോട്ട് കൊടുത്തിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ആറും തമ്മിലുള്ള പ്ലോട്ട്. അതായത് ഒരു ലിമിറ്റ് വരെ ബിയും ആറും തമ്മിൽ എന്തായിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഏത് വരെ, എ എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് വരെ. എ എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് ശേഷം സംഭവിക്കുന്നത് എന്താണ്, ബിയും അതുപോലെ തന്നെ 1/r അത് ഇൻവേഴ്സ് ആയിട്ടാണ്. ബി കൂടുമ്പോൾ r കുറയുകയും ബി കുറയുമ്പോൾ r കൂടുകയും ചെയ്യുന്നു. ആ ഒരു കോൺസെപ്റ്റ് കൂടി ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. എ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻസ് പറഞ്ഞിട്ടുള്ളത്. അത് ഒരു ലിമിറ്റ് വരെ പ്രൊപ്പോർഷനാലിറ്റി എന്ന് പറയുന്ന ആ ഒരു പാർട്ട് ഒബേ ചെയ്യുകയും ആഫ്റ്റർ ആ ഒരു പ്രൊപ്പോർഷനാലിറ്റി അത് ഒബേ ചെയ്യുകയും ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഒരു ഗ്രാഫാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ആഫ്റ്റർ ഐ എം മൂവിങ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. സി, ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ് റൈറ്റ് ഹാൻഡ് റൂൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. തംസപ്പ് എന്ന് പറയുന്ന ആ ഒരു ജസ്റ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ആക്ച്വലി ആ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തമ്പ് എന്ന് പറയുന്നത് കറന്റിന്റെ ഡയറക്ഷനും കേൾഡ് ഫിംഗേഴ്സ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും നമുക്ക് തരുന്നു, കാണിച്ചു തരുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് വിളിക്കുന്നത്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് വിളിക്കുന്നത്. സി, ഇവിടെ നിങ്ങൾക്ക് കാണാം കറന്റ് മുകളിലേക്ക് പോകുന്നു, അതായത് തമ്പിന്റെ ഡയറക്ഷനിലും കേൾഡ് ഫിംഗേഴ്സ് മടക്കി പിടിച്ച ചുറ്റിപ്പിടിച്ച വിരലുകൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും നിങ്ങൾക്ക്
കാണിച്ചു തരും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മുകളിലേക്കും കാണിച്ചിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഓൾറെഡി ദേ ഷോൺ ടു ദ down side also. So that is the concept of right hand thumb rule. Thumb will give the direction of current and the curled fingers will give the direction of the magnetic field. Very easy. Am I right? Yes. We are moving to the next part, that is the solenoid. So what is solenoid? ചെമ്പ് കമ്പി അല്ലെങ്കിൽ കോപ്പർ വയർ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അല്ലേ? സോ ചെമ്പ് കമ്പി അല്ലെങ്കിൽ കോപ്പർ വയർ നമ്മളത് ഒരു ലൈക്ക് സർക്കുലാർ ഷേപ്പ് പോലെ സ്പ്രിങ് പോലെയൊക്കെ ചുറ്റിയെടുത്താൽ ആ കിട്ടുന്ന ഷേപ്പിനെയാണ് ആക്ച്വലി ടെക്നിക്കലി നമ്മൾ എന്ത് വിളിക്കുന്നത്? സോളിനോയിഡ് എന്ന് വിളിക്കുന്നത്. ആ സോളിനോയിഡിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരിക്കും, എന്തായിരിക്കും, എങ്ങനെയാണ് അതിൻ്റെ ടോപ്പിക് എക്സ്പ്ലനേഷൻ പോകുന്നത് എന്നാണ് റൈറ്റ് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ശ്രദ്ധിക്കൂ. സോ എന്താണ് സോളിനോയിഡ് അല്ലേ? ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ലോങ് വയർ വൗണ്ട് ഇൻ ദ ഫോം ഓഫ് എ ഹെലിക്സ്. ഒരു ഹെലിക്സ് രൂപത്തിൽ ഒരു സ്പ്രിങ് പോലെയൊക്കെ ചുറ്റിയെടുത്ത ഒരു ഷേപ്പിനെയാണ് ആക്ച്വലി നമ്മൾ എന്ത് വിളിക്കുന്നത്? സോളിനോയിഡ് എന്ന് വിളിക്കുന്നത്. ഹെലിക്സ് എന്നുള്ളത് ആ ഒരു ടെക്നിക്കൽ ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും അത് മൈൻഡിൽ ഓർത്ത് വെക്കണം കേട്ടോ. ദെൻ ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് ദ ഫീൽഡ് ബിറ്റ്വീൻ ടു neighboring turns vanishes and the field at the interior midpoint P is uniform. ആ ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ബിറ്റ്വീൻ അത് വാനിഷ് ചെയ്തു പോവുകയും മിഡ് പോയിന്റിൽ അവിടെ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വാനിഷ് എന്ന് പറയുന്ന കോൺസെപ്റ്റും അതുപോലെ തന്നെ മിഡില് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആഫ്റ്റർ ദ ഫീൽഡ് ഔട്ട്സൈഡ് ദ സോളിനോയിഡ് അപ്രോച്ചസ് സീറോ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ അത് വാനിഷ് ആവുകയും മിഡ് പോയിന്റിൽ യൂണിഫോമിറ്റി കീപ്പ് ചെയ്യുകയും ഔട്ട്സൈഡിൽ വീണ്ടും അത് വാനിഷ് ചെയ്തു പോവുകയും ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ആക്ച്വലി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോളിനോയിഡ്. ഇതിൻ്റെ ഒരു ഫിഗർ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതുപോലെ ഹെലിക്സ് ഷേപ്പിലായിരിക്കും. സോ അതിലൂടെയുള്ള ലൈൻസ് ഓഫ് ഫോഴ്സിനെയും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെയൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ സോളിനോയിഡ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിന്റെ ഡെഫിനിഷനും അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയെന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ ഇതിന്റെ പ്രൂഫും അതുപോലെ തന്നെ ബാക്കി വരുന്ന പാർട്സുകളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഫക്റ്റീവായി മനസ്സിലായി എന്ന് കരുതുന്നു. എന്തായാലും ബാക്കിയുള്ള ടോപ്പിക്കുകളുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.